കാർത്തിക മോന്റെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നവന് കേക്ക് മുറിക്കുമ്പോൾ അവനോടൊപ്പം കാർത്തിക് മോന്റെയും മീനാക്ഷിയുടെയും അശ്വിന്റെയും അതിഥിയുടെയും പ്രിയപ്പെട്ട മേമയുണ്ട്. കാര്യവന്റെ അനിയത്തിയാണെങ്കിലും രോഹിണിയുടെ ശ്രേഷ്ഠമായ സാന്നിധ്യം ഈ പിറന്നാളിന് മാറ്റുകൂട്ടുന്നു. കൂടുതലൊക്കെ പ്രസംഗിച്ച് പ്രേക്ഷകരായ നമ്മുടെ തല കൊയ്യാനൊന്നും കൈമളേട്ടൻ ഉദ്ദേശിക്കുന്നില്ല. കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതെ, അത് തന്നെ. മേമ്മയുടെ മഹനീയമായ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചുകൊണ്ട് പിറന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കട്ടെ. പ്രാർത്ഥനയോടെ കേക്ക് കട്ടിയേ. Happy birthday. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളടയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ. ഇവരെല്ലാരും ഇതിലും മതിമറന്ന് നിൽക്കുക. ഈ തക്കത്തിന് ആ മരുതകവാള എവിടെയെന്ന് നോക്കാം. നറുമുല്ലപ്പൂവിൻ വിരിയിൽ ചെറുനാടം മൂടും ചിരിയിൽ ഈ ജന്മം തേടും സാഫല്യമാ, ഈ ജന്മം തേടും സാഫല്യമാ. മണിമിന്നം മിന്നം തിരിയായി നീ ഇനിയെന്നും മുന്നിൽ തെളിയില്ലയോ, പരമഞ്ഞൾ ചേരുമുടലാകെ വിരലോടി തളരും യാമങ്ങളാ. ഇവിടെല്ലാം എല്ലാം ശുഭമായി നിറസ്നേഹം വീട്ടും സ്വരമായി മനസാനന്ദത്തിൻ ആകാശമായി, മനസാനന്ദത്തിൻ ആകാശമായി. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ. കോടികൾ വില വരുന്ന സ്വർണവാള അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ. ഇത്രയും വില വരുന്ന വാളായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഇട്ടതും ആവാം. ഇവളെന്താ ഇവിടെ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. നീ എന്താ ഇതിനകത്ത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതിനകത്തെന്ന്? ഞാൻ എൻ്റെ പഴയൊരു പെട്ടി നോക്കി വന്നതാ. പെട്ടിയോ? പെട്ടിയല്ല, ഒരു തരം ബാഗാ. ഒരു തരം ബാഗോ? അതെന്ത് ബാഗ്? അത് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. മീനാക്ഷി, എന്തോ?
എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാ, കാർത്തിയുടെയും മീനാക്ഷിയുടെയും കല്യാണത്തിന് ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ കല്യാണം നടന്നത് എന്തായാലും ആചാരപ്രകാരമല്ല, ശരിയായ രീതിയിലും അല്ല. രോഹിണി പറഞ്ഞു വരുന്നത്? അത് വിശദീകരിച്ച് പറയാം. ആചാര്യന്മാർ എഴുതി വെച്ചതും പറഞ്ഞിട്ട് പോയതുമായ ആചാരങ്ങളെല്ലാം ദൈവകൽപ്പനകളാണ്. അത് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവനിഷേധം തന്നെയാണ്. ദൈവത്തെ ലംഘിച്ചോ നിഷേധിച്ചോ നടത്തുന്ന കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ ദോഷഫലങ്ങളും ഉണ്ടാവും. കാർത്തി മീനാക്ഷി കല്യാണം കഴിച്ചത് ആരുടെയും അംഗീകാരത്തോടെയുമല്ല. ഈ നിൽക്കുന്ന മൈഥിലി ഒരു കത്തെഴുതി വെച്ചിട്ട് കടന്നു കളഞ്ഞപ്പോ ഉണ്ടായ ഒരു പ്രതികാരം. ഇവളെയും ഇവളുടെ കാമുകനെയും ഒളിച്ചോടാൻ സഹായിച്ചത് മീനാക്ഷിയാണെന്ന് ഈ മൈഥിലി എഴുതി പിടിപ്പിച്ച ഒരു പച്ചക്കള്ളമാണ്. അങ്ങനെയല്ലേ നന്ദിനി? അതെ, അങ്ങനെ തന്നെയാ ചെറിയമ്മ. അപ്പോൾ മീനാക്ഷിയോടുള്ള പ്രതികാരം തീർക്കാനാണ് വാസ്തവത്തിൽ കാർത്തി മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ അത് ദൈവഹിതമായിരുന്നു എന്നുള്ളത് സത്യം. കാർത്തിയുടെ പെണ്ണ് മീനാക്ഷിയാണ്. അത് ദൈവം നിശ്ചയിച്ചത് തന്നെയാണ്. രോഹിണി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കി കൂടി ഇവനോട് വിശദീകരിച്ച് പറയേ. മറ്റൊന്നുമല്ല, കാർത്തിയുടെയും മീനാക്ഷിയുടെയും കല്യാണം ശരിയായ രീതിയിൽ ആചാരപ്രകാരം ഒരിക്കൽ കൂടി നടത്തണം. എനിക്ക് സന്തോഷമുള്ള കാര്യം താലികെട്ടും മധുവിധമൊക്കെ റിപ്പീറ്റ് ചെയ്യാമല്ലോ. ഒന്ന് പോയേ. പിന്നെ കല്യാണം, ഞാനാ ഇപ്പോഴും കാർത്തിയുടെ ഭാര്യ. ഞാൻ ഡിവോഴ്സ് കൊടുക്കാതെ ഇവന് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ശിവപാർവതി സങ്കല്പം അറിയാലോ. ഭഗവാന്റെ ഭാര്യയായിരുന്ന സതീദേവിയുടെ പുനർജന്മമാണ് ശൈലജയായ ശ്രീപാർവതി. അത് ശരിയാ. ഏതെങ്കിലും കാര്യത്തില് പൊരുത്തക്കേടുള്ള ഭാര്യാഭർത്താക്കന്മാര് ശിവപാർവതി ക്ഷേത്രത്തിൽ വച്ച് വീണ്ടും താലി കെട്ടാറുണ്ട്. ഇത് പൊരുത്തമില്ലായ്മ കൊണ്ടൊന്നുമല്ല, ആചാരവിധികളെ മാനിക്കുന്നതുകൊണ്ട്. ഭാവിയില് ഇവർക്കൊരു ദോഷവും വരരുത്, അതുതന്നെയാണ് കാര്യം. അപ്പോ കല്യാണമായിട്ട് തന്നെ നടത്തണ്ടേ? വേണം, കല്യാണം തന്നെ. അത് കൊള്ളാം. നാട്ടുകാരെ ഒക്കെ വിളിച്ചുകൂട്ടി ഗംഭീര കല്യാണം. പപ്പടം, പഴം, പായസം 3 തരം, അവിയല്, പൊരിയല്, തോരൻ, ഓലൻ, കാളൻ. എന്താ? ആ നന്ദിനിയടുത്തി, അപ്പോ മരുമകളെ വിളക്ക് കൊളുത്തി അമ്മായിയമ്മയായ ഞാൻ സ്വീകരിക്കണ്ടേ? പിന്നെ വേണം. അമ്മായിയമ്മയ്ക്ക് കുറെ ചടങ്ങുകളുണ്ട്. ഓ, അങ്ങനെയാണെങ്കിലേ നമുക്ക് കല്യാണം അടിപൊളിയാക്കണം. പിന്നല്ല. ഒരു ജോത്സരെ വിളിച്ചു വരുത്തി തീയതി മുഹൂർത്തവും കുറിപ്പിക്കണം. അതെ. ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനോടൊപ്പം മൈഥിലിയിൽ നിന്ന് വിവാഹമോചനം നേടുകയും വേണം. അത് ശരിയാ. നിയമപ്രകാരം ഇപ്പോഴും കാർത്തിയുടെ ഭാര്യ മൈഥിലി തന്നെയാ. മീനാക്ഷിയുടെയും കാർത്തിയുടെയും കല്യാണം കൂടി കാർത്തിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മൈഥിലി ഇവിടുന്ന് പോവും. അല്ലേ മൈഥിലി? എനിക്ക് ചിലതൊക്കെ ആലോചിക്കാനുണ്ട്.
എന്താലോചിക്കാൻ? മറ്റൊന്നുമല്ല, ഡിവോഴ്സിനെ പറ്റി തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ ഇവളെ ഞാൻ തന്നെ തല്ലി കൊല്ലും. സാവിത്രി നിക്ക. മൈഥിലി ഒന്നിങ്ങി വന്നേ. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കറിയാമോ? നിനക്കറിയാമോ എന്ന്? ചോദിച്ച കേട്ടില്ലേ നീ? കേട്ടു. അതെ, എന്റെ ചേച്ചി രാജലക്ഷ്മി അമ്മയെ പോലെ ഞാനത്ര ശാന്ത സ്വഭാവക്കാരിയൊന്നുമല്ല. മനസ്സുകൊണ്ട് തീരുമാനിച്ച ആ തീരുമാനം നടപ്പിലാക്കാതെ ഞാൻ അടങ്ങില്ല. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും. നീ എന്റെ കൊച്ചുമോനോടും ഈ കുടുംബത്തോടും ചെയ്തതൊക്കെ അങ്ങ് ഡൽഹിയിലിരുന്ന് കൃത്യമായിട്ട് അറിഞ്ഞവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിന്റെ ഈ നാടകമൊന്നും ഞാൻ ഇവിടെ ഈ വീട്ടിലുള്ളപ്പോ വിലപ്പോവില്ല. ഒരു ജസ്റ്റിസിന്റെ അധികാരത്തോടെ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാനത് ചെയ്യും. ഞാനെന്താ വേണ്ടത് ചെറിയ മുത്തശ്ശി? സ്റ്റോപ്പ് ഇറ്റ്. ഐ എം നോട്ട് യുവർ ലിറ്റിൽ ഗ്രാനി മാം. ജസ്റ്റ് കോൾ മീ ലൈക്ക് ദാറ്റ്. യെസ് മാം. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയുന്നു, നീ കാർത്തിയുമായിട്ടുള്ള ഡിവോഴ്സിന് സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ 5 മിനിറ്റിനപ്പുറത്തേക്ക് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല. നിന്റെ സാധന സാമഗ്രികൾ അടുക്കി പെറുക്കാൻ വേണ്ടി 5 മിനിറ്റ് സമയം തരും. അത് കഴിഞ്ഞാൽ ആ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണം. അതല്ല, ഈ ഡിവോഴ്സിന് നീ സമ്മതിച്ചാൽ ഒരു 6 മാസം കൂടിയെങ്കിലും നിനക്കിവിടെ നിൽക്കാം. എന്ത് പറയുന്നു നീ? എനിക്കിപ്പോ അറിയണം നിന്റെ തീരുമാനം. വളരെ പെട്ടെന്ന്. ഡിവോഴ്സിനെ സമ്മതിച്ചാൽ കുറെ നാളുകൂടി ഇവിടെ നിൽക്കാം. അതിനിടയ്ക്ക് ആ സ്വർണ്ണവാളും മറ്റും കൈക്കലാക്കാം. എന്തായാലും സമ്മതിക്കുക തന്നെ. രണ്ടിലൊന്ന് തീരുമാനിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. നീ എന്തു പറയുന്നു? ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം മാം. വെരി ഗുഡ്. എങ്കിൽ ഞാൻ ഇവിടേക്ക് ഉടനെ തന്നെ അഡ്വക്കേറ്റിനെ വിളിക്കാം. ഓക്കെ? വലിയ സന്തോഷത്തിലാണല്ലോ ACP. ഞാൻ സന്തോഷിക്കുന്നതില് മീനാക്ഷിക്ക് അസൂയുണ്ടോ? ഏയ്, ACPയുടെ സന്തോഷത്തോടുള്ള മുഖം കാണുമ്പോഴാ എനിക്ക് സന്തോഷം. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് നടക്കുന്നത്. ആ, ഉവ്വ്. ചില നേരത്തെ പിശാചിന്റെ മോന്തയാ. പിശാചിനെ നീ കണ്ടിട്ടുണ്ടോ? ആ, പേക്കിനാവ് കാണുമ്പോ. ACP എന്നെ കല്യാണം കഴിച്ച നാളുകളിലെ ACP ആയിരുന്നു ആ പിശാച്. ആ, ഇപ്പോഴത്തെ സന്തോഷത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്താ കാര്യം?
എന്നെ ഒരു പ്രാവശ്യം കൂടി കല്യാണം കഴിക്കാൻ പോവല്ലേ? ആ അത് രോഹിണി അമ്മമ്മയുടെ തീരുമാനമല്ലേ? അമ്മമ്മ പറയുന്നത് പോലെ ആചാരവിധി പ്രകാരം കല്യാണം നടക്കും. ഹൽദി മെഹന്തി ഒന്നും വേണ്ടെന്നുള്ളത് എന്റെ അഭിപ്രായം. പുടവ കൊടുക്കുക, താലി കെട്ടുക, അതുപോരെ? ഒന്ന് കെട്ടിയതല്ലേ, പിന്നെയും കെട്ടിയാ അത് കടുങ്കെട്ടാവില്ലേ? അതൊക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ, മുത്തശ്ശിയും രോഹിണി അമ്മമ്മയും. ആ അവര് തീരുമാനിക്കട്ടെ. അമ്മമ്മ അവളെ കാണാൻ പോവാ, ആ മൈഥിലിയെ. അതെന്തിനാ? താലി കെട്ടുന്നതിന് മുമ്പ് അവളുമായിട്ടുള്ള വിവാഹമോചനം നടക്കണം. അതിന് ഓന്തിനെ പോലെ അവള് നിറമാറോ? ആരാ നന്ദിനി എടുത്തി? ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ സാവിത്രി. അയ്യോ, ഇതാ വക്കീലല്ലേ, അഡ്വക്കേറ്റ് രാംമോഹൻ. ആ അതെ അതെ അദ്ദേഹം. ആ ഓ, അപ്പൊ ചെറിയമ്മ പണി തുടങ്ങി. മൈഥിലിക്കിട്ടുള്ള പണിയാ. അമ്മ പറഞ്ഞ ശരി തന്നെയാ. ചെറിയമ്മ വന്നാ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പീഡ് ഉണ്ടാവുമെന്ന്. ഇത് ഇത്തിരി ഓവർ സ്പീഡാ. അമ്മേ, എന്താ മോളെ? അമ്മേ ദേ നോക്കിയേ. വക്കീല്. ആ വരൂ വക്കീലേ, വരൂ. നമസ്കാരം. നമസ്കാരം. വക്കീലിന് സുഖം തന്നെയല്ലേ? ഓ, ചെമ്പകമംഗലത്തേക്ക് വരാൻ പറഞ്ഞപ്പോ ഞാൻ കരുതി നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡൽഹിയിൽ നിന്നും മാഡം വന്നിട്ടുണ്ടെന്നും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാനങ്ങ് കിടുങ്ങിപ്പോയി. ആ ഇരിക്കു വക്കീലേ. ഏയ് അങ്ങനെയൊന്നുമില്ല, മാഡം വരട്ടെ എന്നിട്ടിരിക്കാം. പേടി കൊണ്ടോ വിനയം കൊണ്ടോ ഒന്നും അല്ല കേട്ടോ, ബഹുമാനം കൊണ്ടാ. ഓ ആ മോളെ, ചെന്ന് ചെറിയ മുത്തശ്ശിയെ വിളിച്ചോണ്ട് വാ. ആ ആ കാർത്തിക് സാറിന് ഓഫീസില്ലേ? പോണം. SP കണ്ടിട്ട് ഉടൻ തന്നെ ഞാൻ ഇങ്ങോട്ട് തിരികെ വരികയും ചെയ്യും. ആ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ആ അക്കാര്യങ്ങൾ സംസാരിക്കാനാ വക്കീലിനെ രോഹിണി വിളിപ്പിച്ചെന്ന് തോന്നുന്നു. പോയിട്ട് വാ. ആ ശരി. ചായക്ക് മധുരം ആകാവോ വക്കീലെ? ധാരാളമാവാം. വൈറ്റ് പോയിസൺ എന്റെ ഒരു ദൗർബല്യമാണ്. ശരി. വക്കീലേ, വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഡൈവോഴ്സ്, am I right? ദാറ്റ്സ് റൈറ്റ്. വിശദീകരിച്ച് പറയാം. ഈ മൈഥിലി ഒപ്പിട്ട് തരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? ഉറപ്പാണ്, എന്നോട് സമ്മതിച്ചതാ. എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ മാഡം? ആ കുട്ടിയെ വിളിക്കുക, നമുക്ക് ഡിവോഴ്സ് നോട്ടീസ് സൈൻ ചെയ്ത് വാങ്ങിക്കാം. ആ നീ പോയി മൈഥിലിയെ വിളിച്ചോണ്ട് വാ. ശരി ചെറിയമ്മ.
എന്താ? ഒരു കാര്യം പറയാനാ. വാ ഒന്ന് വാ ചേച്ചി. എന്താ മാരുതി? ചേച്ചി അവളെ വിളിക്ക്. എനിക്ക് പറ്റില്ല. എന്താ നിനക്ക് പറ്റാത്തത്? ഞാൻ എങ്ങനെ ചെന്ന് അവളോട് പറയും? ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനല്ലേ? അതെ, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ തന്നെയേ, അല്ലാതെ കല്യാണം പുതുക്കി രജിസ്റ്റർ ചെയ്യാനൊന്നും അല്ല. എനിക്ക് അവളെ വിളിക്കാൻ ബുദ്ധിമുട്ടാ.